ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നിങ്ങളുടെ സ്വന്തം MJ. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് വന്നതാണ്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ മല്ലു ജ്യൂസർ എന്ന നമ്മുടെ ചാനൽ, എൻ്റെ ചാനലല്ല, നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ വിജയത്തിലേക്ക് എത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ഈ 1K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ്. അത് നിങ്ങൾ എനിക്ക് നേടിത്തന്നതാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള മല്ലു ജ്യൂസർ യൂട്യൂബ് ചാനൽ 1Kയുടെ മുകളിൽ കടന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു വീഡിയോ നമ്മളത് വൈറലായിട്ടുണ്ട്. ഏകദേശം ഒരു 15,000 ആളുകൾ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിൽ നമ്മുടെ ചങ്കകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊരു ചെറിയൊരു ട്രീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊറോണ സമയത്ത് എന്താവാൻ പറ്റൂല, പുറത്തുനിന്ന് നമ്മൾ ഫ്രൂട്ടൊന്നും വാങ്ങൽ അത്ര വലിയ നല്ല കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പച്ചമാങ്ങ, ആ പച്ചമാങ്ങ കൊണ്ടുള്ളൊരു ജ്യൂസാണ് നമ്മൾ അടിക്കുന്നത്. ഇതിന് മുമ്പേ ആ പച്ചമാങ്ങ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ അഞ്ചൻകുട്ടിയും കൂടി ഉണ്ട് നമുക്ക് പച്ചമാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട്, മാങ്ങ മൂച്ചിമെന്ന് മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മാങ്ങ പറിക്കാം. അപ്പോൾ നല്ല സുഖമാണ് മാങ്ങ പറിക്കാൻ. ഏറ്റവും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, വലിഞ്ഞു കയറേണ്ട ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മൾ വാർപ്പിൻ്റെ മുകളിൽ നിന്ന് തന്നെ അത്യാവശ്യം വലിയ മാങ്ങകൾ തന്നെ നമ്മളിങ്ങനെ സുഖമായിട്ട് പറിച്ചെടുക്കണം. നമ്മൾ അനിയൻകുട്ടി പറിച്ച് തരുന്നുണ്ട്. എനിക്ക് കിട്ടുന്നില്ല ഒന്ന്, നല്ല മാങ്ങ, പച്ച മാങ്ങയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മാങ്ങ പറിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല നിങ്ങൾ, ഒരു കൊട്ട മാങ്ങ നമ്മൾ പറിച്ചിട്ട് നല്ല പച്ച മാങ്ങയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിനി നമ്മളെ ചങ്കുകൾക്ക് പച്ചമാങ്ങ ജ്യൂസ് അടിക്കണം. അപ്പോൾ നമ്മളെ പച്ചമാങ്ങ ജ്യൂസ് അടിക്കാൻ പോവാണ്. നമ്മൾ 2 ചങ്കുകളൊക്കെ നമ്മൾ ഇരുത്തുണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കൂടുതൽ ജ്യൂസ് അടിക്കുന്നതുകൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ചങ്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ വേറെയും കുറേ ചങ്കുകളുണ്ട്. അപ്പോൾ നമ്മളെ ചങ്കുകൾ മാങ്ങ കേക്കുണ്ട്. ജ്യൂസ് മുതലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങ നല്ലതുപോലെ ഉരച്ച് കേൾക്കുന്നുണ്ട് നമ്മൾ. കാരണം മറ്റൊന്നുമില്ല, നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ മുകളിൽ തന്നെ ഉണ്ടായ മാങ്ങ മൂച്ചിമെന്നുള്ളത് തന്നെയാണ്, അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതൊന്നുമല്ല. അപ്പം മരുന്നൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും നമ്മൾ കൊറോണയുടെ ഈ ഒരു അവസരത്തിൽ നമുക്ക് കേക്കുകൾ നല്ല അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ നല്ല വെള്ളത്തിലിട്ടിട്ട് നല്ല ഉരച്ച് കേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. നമ്മളെ സുഹൃത്ത് ഇവിടെ നമുക്ക് ക്യാമറ പിടിച്ചു തരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മറ്റൊരു സുഹൃത്ത് ഇവിടെ നമുക്ക് മാങ്ങ ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് തരുന്നുണ്ട്. ഞാൻ അവിടെ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് കേൾക്കേണ്ടതുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത മാങ്ങ നമ്മളൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മൾ ഒന്നുകൂടി ഇതൊന്ന് കേൾക്കെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പച്ചമാങ്ങ ജ്യൂസ് അടിക്കുമ്പോൾ അതിൻ്റെ ചവർപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പൈനാപ്പിൾ ഇടണം. അപ്പോൾ പൈനാപ്പിൾ നമ്മൾ ഒരൊറ്റ പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യാണ്. നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട്
അപ്പോൾ ഈ ഒരു മിക്സിയിൽ നമ്മൾ 5 ജ്യൂസാണ് അടിക്കുന്നത്. 5 ജ്യൂസ് അടിക്കാനുള്ള ഒരു കപ്പാസിറ്റിയെ മിക്സിക്കുള്ളൂ, ഈ ജാറിനുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരു സ്പൂണ് 2 എണ്ണത്തിനുള്ളത് അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 3 സ്പൂണ്, ഈ സ്പൂണിൽ ഒരു 3 സ്പൂണ് ഷുഗർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വളരെ കുറച്ച് ഉപ്പ്, വളരെ കുറച്ച്, ഇതിപ്പോൾ 5 എണ്ണത്തേക്ക് ആയതുകൊണ്ട് ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 5 എണ്ണത്തേക്കുള്ള മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഏകദേശം ഒരു 2 മാങ്ങയാണ് നമ്മൾ 2 മാങ്ങ ജ്യൂസുകൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി 2 പീസ് പൈനാപ്പിളിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഐസ് ഇട്ട് കൊടുക്കുന്നില്ല. ഇതിപ്പോൾ മാംഗോ ഇട്ടു, പഞ്ചസാര ഇട്ടു, ഉപ്പിട്ടു, പിന്നെ പൈനാപ്പിളിന് 2 പീസ് ഇട്ടു. ഇതിലേക്ക് ഐസ് ഇട്ട് കൊടുക്കുന്നില്ല. ഐസ് നമുക്ക് അടിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടും കാര്യമില്ല, ലാസ്റ്റ് വരുമ്പോൾ തണുപ്പ് പോകും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് അടിച്ചു കഴിഞ്ഞ് അപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അടുത്ത റൗണ്ട് നമ്മൾ അടിക്കുകയാണ്. അത് ഇതുപോലെ തന്നെ 5 എണ്ണം വെച്ചാണ് അടിക്കുന്നത്. നമ്മൾ 3-ാം റൗണ്ട് അടിക്കാം. പിന്നെ നമ്മൾ ജ്യൂസിലേക്ക് നമ്മൾ ഐസ് ഇട്ട് കൊടുക്കുകയാണ്. ഐസ് നമ്മൾ ഫ്രീസറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ നമ്മൾ ഐസ് ഇട്ടിട്ടുണ്ട്. കാണാൻ നല്ലപോലെ ഐസ് ഇട്ടിട്ട് അതൊക്കെ ഒന്ന് ഒരുക്കി തണുത്ത് വരണം. നല്ല പൊളി ജ്യൂസ് ആവും. അപ്പോഴത്തേന് നമ്മൾ ഗ്ലാസ്സിലേക്ക് വരികയാണ്. ഓക്കെ, നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചങ്ക ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഓല അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞു തരും. അടിപൊളിയാക്കണം, അടിപൊളി സാധനം, പക്ക ടേസ്റ്റ്. സാധനം പൊളി സാധനമാണ്, അടിപൊളി.
അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ MJ. ഗുഡ് ബൈ.